കർണാടകയിലെ ബെല്ലാരി ജില്ലയിലെ ഒരു ഗ്രാമമാണ് കുരുവട്ടി എന്നും അറിയപ്പെടുന്ന കുരുവത്തി. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന മല്ലികാർജുന ക്ഷേത്രത്തിനും വാർഷിക കന്നുകാലി വ്യാപാരമേളയ്ക്കും ഈ ഗ്രാമം പ്രശസ്തമാണ്. പട്ടണത്തിന്റെ ആദ്യകാല പ്രാചീനത പടിഞ്ഞാറൻ ചാലൂക്യ ഭരണാധികാരികളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അവരുടെ ലിഖിതങ്ങൾ ഗ്രാമത്തിലും പരിസരത്തും കാണപ്പെടുന്നു. ചാലൂക്യ രാജാവായ വിക്രമാദിത്യ ആറാമന്റെ ഭരണത്തിൻ കീഴിലുള്ള ആദ്യകാല ലിഖിതം 1087 CE ആണ്. പടിഞ്ഞാറൻ ചാലൂക്യരുടെ കാലത്ത് സോമേശ്വര ഒന്നാമൻ രാജാവാണ് ഈ പട്ടണം പ്രശസ്തമാക്കിയത്. 1068 മാർച്ച് 29 സോമേശ്വര ഒന്നാമൻ പരമോന്നത യോഗയുടെ ആചാരങ്ങളും ലോകത്തിന്റെ അധിപനായ അഹവമല്ലയിലെ തുംഗഭദ്രയിൽ വച്ച് പരമോന്നത യോഗയും നടത്തിയതായി ഒരു ബല്ലികാവി ലിഖിതത്തിൽ പരാമർശിക്കുന്നു. സ്വർഗത്തിലേക്ക് ഉയർന്നു. ബിൽഹണന്റെ വിക്രമംഗദേവ ചരിതത്തിലും ഇതിന്റെ ഒരു പരാമർശം കാണാം. മാരകമായ പനി ബാധിച്ച രാജാവ് തുംഗഭദ്രയിലേക്ക് പോയി അവിടെ കുളിച്ച് ധ്യാനിച്ചതിനു ശേഷം ശിവന്റെ മേൽ നദിയിലെ വെള്ളം തൊണ്ടയിലെത്തുന്നതുവരെ നടന്നു. അങ്ങനെ അവന്റെ ജീവിതം അവസാനിപ്പിച്ചു. ഈ സംഭവം പാശ്ചാത്യ ചാലൂക്യരുടെ കാലത്തെ മതപരവും ഭക്തവുമായ സ്ഥലങ്ങളുടെ ഭൂപടത്തിൽ കുരുവട്ടിയെ ഉൾപ്പെടുത്തുമായിരുന്നു. സോമേശ്വര ഒന്നാമൻ രാജാവിന്റെ പിൽക്കാല പിൻഗാമികൾ സോമേശ്വര രണ്ടാമനോ വിക്രമാദിത്യൻ ആറാമനോ ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി മല്ലികാർജുന ക്ഷേത്രം പണികഴിപ്പിച്ചതാണെന്ന് പ്രസ്താവിച്ചാൽ അത് വിദൂര ചിന്താഗതിയല്ല. അഹവമല്ല രാജാവിന് ശേഷം മല്ലികാർജുന ക്ഷേത്രത്തിലെ ഭഗവാനെ അഹവമല്ലേശ്വരൻ എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്തെ ലിഖിതങ്ങളിൽ നിന്ന് ഈ പിന്തുണയ്ക്കുള്ള തെളിവുകൾ ലഭിക്കുന്നു. ഹൊയ്സാലരുടെ കീഴിലായതോടെയാണ് ഗ്രാമത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. ബല്ലാല രണ്ടാമൻ രാജാവിന്റെ രാജഗുരു ആയിരുന്ന വിശുദ്ധ ലോകാഭരണനാണ് ഇതിന്റെ ക്രെഡിറ്റ്. ലോകാഭരണം കുറുവാട്ടിയെ തന്റെ വാസസ്ഥലമാക്കി. അതിനാൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഈ നഗരം പതിവായി സന്ദർശിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നിരവധി ഗ്രാന്റുകൾ നൽകി ഗ്രാമത്തെ സമ്പന്നവും സമൃദ്ധവുമാക്കി. ബല്ലാല രണ്ടാമന്റെ പ്രധാന രാജ്ഞി പതുമലാദേവിയും കുരുവട്ടിയിൽ വച്ച് അഹവമല്ലേശ്വര ദേവന് ഒരു ധനസഹായം നൽകി. ദക്ഷിണ വാരണാസി എന്ന പേരിലും ഈ ഗ്രാമം അറിയപ്പെടുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിനെ ഗർഭഗൃഹം, ഒരു അന്തരാള, 3 പ്രവേശന കവാടങ്ങളുള്ള ഒരു മണ്ഡപം എന്നിവ ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിനു മുന്നിലായി മറ്റൊരു ആധുനിക മണ്ഡപവും ഉണ്ട്. ഉയരം കൂടിയ ശിഖരമില്ലെങ്കിലും ഉയരം കൂടിയ ഭിത്തികളാൽ ക്ഷേത്രവിമാനം ശ്രദ്ധേയമാണ്. മണ്ഡപത്തിന് തെക്കും വടക്കും പാർശ്വമുഖങ്ങളോട് ചേർന്നുള്ള പൂമുഖങ്ങളുണ്ട്. കിഴക്കേ കവാടത്തിൽ പൂമുഖം നൽകിയിട്ടില്ല. നന്ദിയെ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു മണ്ഡപത്തിന്റെ മുൻവശത്തായിരുന്നു. കാരണം ഈ മണ്ഡപം ഇപ്പോൾ ഒരു ആധുനിക ഘടനയാണ്. എന്നാൽ പണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് ഒരു മണ്ഡപം ഉണ്ടാകുമായിരുന്നു. പ്രധാന മണ്ഡപത്തിന്റെ കിഴക്കേ കവാടം മറ്റുള്ളവയെ അപേക്ഷിച്ച് ഏറ്റവും വിശാലമാണ്. പ്രവേശന കവാടത്തെ അലങ്കരിക്കുന്ന അതിമനോഹരമായ ബ്രാക്കറ്റ് രൂപങ്ങളാണ്. അത്തരം 3 രൂപങ്ങൾ ഇപ്പോഴും സ്ഥലത്തുണ്ട്. മറ്റുള്ളവ വിവിധ ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിലേക്ക് കൊണ്ടുപോയി. വാതിലിൽ 6 ശാഖകൾ മുകളിലേക്ക് കൊണ്ടുപോകുകയും ലലാതാബിംബയിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. 6 ആനകളാൽ കുളിക്കപ്പെടുന്ന ലലാതാബിംബയിൽ ഗജലക്ഷ്മിയുണ്ട്. ഈ ബ്രാക്കറ്റ് കണക്കുകളെക്കുറിച്ച് ജെയിംസ് ഫെർഗൂസൺ എഴുതിയതു ഇങ്ങനെയാണ്: എല്ലാ വിശദാംശങ്ങളും മൂർച്ചയുള്ളതും കൊത്തുപണി വളരെ മികച്ചതുമാണ്. വലയം ചെയ്യുന്ന സ്ത്രീരൂപങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബ്രാക്കറ്റുകളേക്കാൾ മെറ്റീരിയലിൽ കൂടുതൽ പൂർണ്ണമായ വൈദഗ്ധ്യം കാണിക്കുന്ന ഏതൊരു വ്യക്തിയും ഹാലിബിഡിൽ പോലും തെളിയിക്കാൻ പ്രയാസമാണ്. കിഴക്കേ കവാടത്തിൽ തലസ്ഥാനങ്ങളുടെ മുൻഭാഗങ്ങളും അകത്തെ വശങ്ങളും 3 പ്രവേശന കവാടങ്ങൾ ഉള്ളതിനാൽ മണ്ഡപത്തിന്റെ ഉൾവശം പ്രകാശപൂരിതമാണ്. അതിന്റെ സെൻട്രൽ സീലിംഗ് 4 തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. അതിന്റെ അടിത്തറകൾ അതിമനോഹരമായി കൊത്തിയെടുത്തിരിക്കുന്നു. ഓരോ സ്തംഭത്തിനും ഒരു ചതുരാകൃതിയിലുള്ള അടിത്തറയുണ്ട്. അതിന്റെ 4 മുഖങ്ങളിലും ഒരു നാഗാക്ഷേത്രത്തിനുള്ളിൽ ഒരു പ്രതിമ കൊത്തിവച്ചിരിക്കുന്നു. ആ പ്രതിമകളിൽ 3 ശിവൻ, 3 വിഷ്ണു, 2 ബ്രഹ്മാവ്, 3 സൂര്യൻ, ഭൈരവി, കാളി, ഗണേശൻ, സരസ്വതി, ഒരു സന്യാസി എന്നിവരെ കാണാം. അന്തരാളയ്ക്ക് ഒരു വാതിലില്ല, മറിച്ച് 2 തൂണുകളിൽ താങ്ങി നിൽക്കുന്ന ഒരു സ്വതന്ത്ര തോരണമാണ് ഉള്ളത്. മകരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വളയങ്ങളാൽ രൂപപ്പെട്ട സ്ഥലങ്ങളിൽ മധ്യഭാഗത്ത് ശിവനും ഇരുവശത്തും ബ്രഹ്മാവും വിഷ്ണുവും ഉണ്ട്. ദമ്പലിലെ ദൊഡ്ഡബാസപ്പ ക്ഷേത്രത്തിലും ബഗലിയിലെ കല്ലേശ്വര ക്ഷേത്രത്തിലും സമാനമായ തോരണമുണ്ട്. ഈ അന്തരാളയിൽ കുറച്ച് അയഞ്ഞ ശില്പങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ഭക്തരുടെ പ്രതിമകളുണ്ട്. ഒന്ന് ദമ്പതികളെ കാണിക്കുന്നു, ഒന്ന് 2 സ്ത്രീകളെ കാണിക്കുന്നു. ഭൈരവന്റെയും ശിവന്റെയും പ്രതിമ. ഉള്ളിൽ ശിവലിംഗമുള്ള ലളിതമായ ചതുരാകൃതിയിലുള്ള ഘടനയാണ് ഗർഭഗൃഹം. അതിന്റെ പ്രവേശന കവാടം 5 ശാഖകളായി കൊത്തിയെടുത്തതാണ്. ജമ്പുകളിൽ ശൈവ ദ്വാരപാലമുണ്ട്. പുറത്തെ വിമാനത്തിന് 3 ദിശകളിലായി 3 സ്ഥലങ്ങളുണ്ട്. 1896-ൽ അലക്സാണ്ടർ റിയ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ തെക്കൻ സ്ഥലത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രതിമയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് അത് നൃത്തം ചെയ്യുന്ന ശിവനെ ചിത്രീകരിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഉത്തരേന്ത്യയിലുള്ള ഉഗ്രനരസിംഹമാണ് ഭിത്തിയിലെ പ്രൊജക്ഷനുകളിൽ. ദ്രാവിഡ ആരാധനാലയങ്ങളെപ്പോലെ അലങ്കരിച്ചിരിക്കുന്നു. തെക്കൻ മണ്ഡപത്തിൽ പടിഞ്ഞാറൻ ചാലൂക്യ രാജാവായ സോമേശ്വര ഒന്നാമനെ തിരിച്ചറിയുന്ന ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഈ പ്രതിമയിൽ ഒരു രാജകീയ വ്യക്തി ഇരുവശത്തും 2 സ്ത്രീകളോടൊപ്പം ഇരിക്കുന്നതായി കാണിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യമാർ 2 സ്ത്രീ പരിചാരകരോടൊപ്പമായിരിക്കും. പ്രതിമകളിൽ ലിഖിതങ്ങളൊന്നുമില്ലെങ്കിലും സോമേശ്വരൻ കുറുവാട്ടിയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നറിയുമ്പോൾ
ഈ വ്യക്തിയെ പ്രസ്തുത രാജാവുമായി തിരിച്ചറിയുക എന്നത് വിദൂരമായ ആശയമല്ല. മറ്റൊരു പ്രതിമയിൽ സൂര്യന്റെ തലയ്ക്ക് മുകളിൽ സർപ്പവിധാനമുള്ളതാണ്. ഗണപതിയുടെ പ്രതിമ കണ്ടെത്തി. അടിസ്ഥാന ലിഖിതങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ ക്ഷേത്രത്തിന്റെ തീയതി ബോധ്യപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും നിലവിലുള്ള ലിഖിതങ്ങളെ അടിസ്ഥാനമാക്കി 1068-ൽ നടന്ന പശ്ചിമ ചാലൂക്യ രാജാവായ സോമേശ്വര ഒന്നാമന്റെ മരണശേഷം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നു പറയാൻ കഴിയും. 1070-നും 1090-നും ഇടയിലാണ് ജെറാർഡ് ഫൊക്കെമ്മ ക്ഷേത്രം സ്ഥാപിച്ചത്. മല്ലികാർജുന ക്ഷേത്രത്തിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലെ ഒരു രാജകീയ വ്യക്തിത്വത്തിന്റെ ശില്പത്തിന്റെ പിന്നിലെ ചുവരിൽ ചാലൂക്യ വിക്രമവർഷം 11-ലെ തീയതി 1087 CE-യിൽ കേടുപാടുകൾ സംഭവിച്ചു. ബ്രഹ്മപുരി ഗ്രാമമായ കുരുവട്ടി പൂന്തോട്ടത്തിനായി സ്ഥലം സമ്മാനമായി നൽകുകയും അഭിനവ ദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു. കല്ലേശ്വര ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച ഒരു സ്ലാബിൽ ദക്ഷിണേന്ത്യൻ ലിഖിതങ്ങൾ വാല്യം 9-ൽ ചാലൂക്യ വിക്രമവർഷം 24-ൽ 1099 CE-യിൽ അനുസൃതമായി പശ്ചിമ ചാലൂക്യ രാജാവായ വിക്രമാദിത്യ ആറാമന്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നു. സുരേശ്വര പണ്ഡിതദേവൻ ബെന്നേവരു ഭരിക്കുന്നു. അഭിനവ സോമേശ്വര ദേവന്റെ സേവനത്തിനും ക്ഷേത്രത്തിലെ സന്യാസിമാർക്ക് ഭക്ഷണം നൽകുന്നതിനുമായി ഒരു ധനസഹായത്തോടൊപ്പം കുറുവട്ടി ഗ്രാമത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന പുല്ല്, വിറക്, പച്ചക്കറികൾ, പഴങ്ങൾ, പരുത്തി എന്നിവയുടെ ഭൂമിയും നികുതിയും രേഖപ്പെടുത്തുന്നു. ഗ്രാമത്തിലെ 200ഓളം മഹാജനങ്ങൾ അവരുടെ തലവനായ കാളിദാസനൊപ്പം ലകുലീശ്വര പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ നിർമ്മിച്ചു. ദണ്ഡനായക കാളിദാസന്റെ വംശാവലിയും കുരുവാട്ടിയിലെ 200 പണ്ഡിത ബ്രാഹ്മണരുടെ യുദ്ധസമാനവും മതബോധവും ഇതിൽ വിവരിക്കുന്നു. കാളിദാസനെ വിശ്വാമിത്ര ഗോത്രത്തിലെ ബ്രാഹ്മണനായി വിശേഷിപ്പിക്കുന്നു. അതിനെ ഗോത്രപവിത്ര എന്ന് വിളിക്കുന്നു. ലകുലിസ പണ്ഡിതയുടെ ആത്മീയ ഗുരുക്കന്മാരുടെയും പേരുണ്ട്. റെക്കോർഡിന് മികച്ച കാവ്യാത്മക ഗുണങ്ങളുണ്ട്. ശ്രീകണ്ഠസൂരിയാണ് ഇത് രചിച്ചതെന്ന് പറയപ്പെടുന്നു. കലോജയായിരുന്നു കൊത്തുപണി. ഹൊയ്സാല രാജാവായ വീരബല്ലാല ഈന്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നു. രാജാവ് ബാൽഗുലിയിലെ നീലേവിടുവിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തുന്നു. അഹവമല്ലേശ്വര ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വഴിപാടുകൾക്കും മറ്റും വേണ്ടി അദ്ദേഹം ബെന്നേവരു 12, ലെബാഡ, മുക്കുറബ്ബെ എന്നീ ഗ്രാമങ്ങൾ ലോകാഭരണ മുനീന്ദ്രന് സമ്മാനിച്ചു. ബെന്നേവരു 12-ലെ ചന്ദരസ പരാമർശിക്കപ്പെടുന്നു. മുകളിൽ പറഞ്ഞ അതേ ബീമിൽ സൗത്ത് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് വാല്യം 9-ൽ ബന്ധപ്പെട്ടതാണ് ബല്ലാല ഭൂപ. ഒരുപക്ഷെ ഗുട്ട മേധാവി വിക്രമാദിത്യൻ രണ്ടിന്റെ മരുമകൻ എന്ന് പ്രസ്താവിക്കുന്നു. ആഹവമല്ലേശ്വര ദേവന്റെ സേവനത്തിനായി ലോകാഭരണ മുനീന്ദ്രന് ചില സമ്മാനങ്ങൾ നൽകി. യമസേവകരെ ചലനത്തിലാക്കിയതായി വിശേഷിപ്പിക്കപ്പെടുന്ന അയ്യാവലിലെ 500 സ്വാമികൾ കൈയിൽ ഇടിമിന്നൽ കൊണ്ട് അലറുന്നതുപോലെയും യമനോട് കീഴ്പ്പെട്ടവരോട് ഉദാരമനസ്കനായ കുറുവാട്ടിയിൽ നാനാദേശി സെറ്റികൾ മുതലായവരോടൊപ്പം ഒത്തുകൂടി ലോകാഭരണ മുനീന്ദ്രന് അല്ലെങ്കിൽ അഹവമല്ലേശ്വര ദേവന്റെ സേവനത്തിനായി ഹെജ്ജിംഗ് നികുതിയുടെ ഒരു പാക സമ്മാനമായി നൽകിയതായി പറയപ്പെടുന്നു. ഈ ലോകാഭരണം മുകളിലെ ശിലാശാസന നമ്പർ 389-ൽ പരാമർശിച്ചിരിക്കുന്നതിനാൽ ഇപ്പോഴത്തെ രേഖയും വിക്രമാദിത്യൻ രണ്ടാമന്റെ കാലത്തേതായിരിക്കാം. മുകളിലുള്ള അതേ ബീമിൽ ഈ കാലഹരണപ്പെടാത്ത രേഖ ഹൊയ്സാല രാജാവായ വീരബല്ലാല രണ്ടിന്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നു. ശാസ്ത്രജ്ഞനും യാദവരുടെ മഹത്വത്തിന്റെ പ്രചാരകനുമായ മഹാമണ്ഡലേശ്വര ഗോമദേവന് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും അഹവമല്ലേശ്വര ദേവന്റെ സേവനത്തിനുമായി ബെന്നേവരു 12-ലെ ഹരുഹയുടെ വടക്ക് 36 മത്തർ ഭൂമി സമ്മാനമായി നൽകിയതായി പറയപ്പെടുന്നു. അതിനെ ലോകാഭരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു. മല്ലികാർജുന ക്ഷേത്രത്തിന്റെ തെക്കേ പ്രവേശന കവാടത്തിന്റെ വലതുവശത്തെ ഭിത്തിയിൽ ദക്ഷിണേന്ത്യൻ ലിഖിതങ്ങൾ ഹൊയ്സാല വീരബല്ലാല രണ്ടാമന്റെ ഭരണത്തിന്റെ 7-ാം വർഷത്തിൽ ഒരുപക്ഷെ 1197 CE രാജാവിന്റെ മഹാപ്രധാന ഉത്തരാക്ക ഹെഗ്ഗഡയും അരസേക്കരയിലെ മഹാദേവ ദന്നകയും ഹെഗ്ഗഡെ ജന്നയെയും അഹവമല്ലേശ്വര ദേവന്റെ സേവനത്തിനായി കുറുവാട്ടിയിൽ വളർത്തിയ തറികൾക്കും കരകൗശല തൊഴിലാളികൾക്കും എണ്ണമില്ലുകൾക്കും ചില സെസ്സുകൾ അനുവദിച്ച് രാജഗുരു ലോകാഭരണ ഗുരുദേവന് കൈമാറിയതായി പറയപ്പെടുന്നു. ഒരു സ്തംഭത്തിന്റെ തലസ്ഥാനത്ത് മല്ലികാർജുന ക്ഷേത്രത്തിന്റെ ശരിയായ വലതുവശത്ത് ഹൊയ്സാല രാജാവായ വീരബല്ലാല രണ്ടിന്റെ 15-ാം വർഷത്തിൽ 1204 CE-ന് തുല്യമാണ് 2 ഗണിഗണ സമ്മാനമായി രജിസ്റ്റർ ചെയ്യുന്നു. കുറേതി ഗ്രാമത്തിലെ ഉറോദയന്മാർ മുതലായവർ ഭക്ഷിച്ച മഹാജനങ്ങൾ അഹുമല്ലേശ്വര ദൈവത്തിന് ഭൂമിയുടെ മത്തർ സമ്മാനം രാജഗുരു ലോകാഭരണദേവന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ബെല്ലാരി ജില്ലയിലാണ് കുറുവതി സ്ഥിതി ചെയ്യുന്നത്. ഹലവകലിൽ നിന്ന് 10 കിലോമീറ്ററും റാൺബെന്നൂരിൽ നിന്ന് 36 കിലോമീറ്ററും ദാവങ്കരയിൽ നിന്ന് 35 കിലോമീറ്ററും ഹരിഹാറിൽ നിന്ന് 30 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമം ഗൂഗിൾ മാപ്പിൽ ടാഗ് ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും ക്ഷേത്രം ടാഗ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം കണ്ടെത്തുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല.